ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു സീമ ഫുഡ്സ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്ന് റംസാൻ സ്പെഷ്യലായിട്ട് ഒരു ഫലൂദ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത്. അതും ഹോം മെയ്ഡ് ഫലൂദ മിക്സ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, കുറഞ്ഞ ചേരുവ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണിത്. ഇതിന് വേണ്ടി ഞാനിവിടെ സേമിയ എടുത്തിട്ടുണ്ട്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് തിന്നായിട്ടുള്ള സേമിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നല്ല ഗോൾഡ് കളർ ആവുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം. ഈ സമയം തന്നെ ഞാൻ മറ്റേ അടുപ്പിൽ 4 കപ്പ് പാൽ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, ഇപ്പോൾ ചൂടാവുന്നുണ്ട് പാല്, നന്നായിട്ട് തിളച്ച് വരണം. പാലും വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല, പെട്ടെന്ന് തന്നെ തിളച്ച് തൂവാൻ സാധ്യതയുണ്ട്. നല്ലപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. പാൽ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് വെച്ചിരിക്കുന്ന സേമികയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നോമ്പ് നോറ്റ് ക്ഷീണിച്ച മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല കിടിലൻ ഐറ്റമാണിത്. പാലും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇനി മീഡിയം തീയിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പോയാൽ പാൽ തിളച്ച് തൂവാൻ സാധ്യതയുണ്ട്. മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം. ഇപ്പോൾ മൂടി വെച്ചു. ഇനി ഒരു 7 മിനിറ്റ് ലോ ടു മീഡിയം തീയിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ സേമിയ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ 1/4 കപ്പ് പാൽപ്പൊടി കുറച്ച് പാലിൽ കലക്കിയതോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പാൽപ്പൊടി അല്പം പാലിലൊന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് കസ്റ്റേർഡ് പൗഡറാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്ലേവറാണുള്ളത് അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളത് സ്ട്രോബെറിയുടെ കസ്റ്റേർഡ് പൗഡറാണ്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ കട്ടിയൊന്നും ഇല്ലാതെ രീതിയിൽ ഒന്ന് കലക്കിയെടുത്തു. അപ്പോൾ ആദ്യം സേമിയ വേവിക്കുന്ന സമയം 4 കപ്പ് പാലാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഒരു 1/2 കപ്പ്, അത് പാൽപ്പൊടി കലക്കാനും കസ്റ്റേർഡ് പൗഡർ കലക്കാനും വേണ്ടിയാണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി കലക്കിയതിന് ശേഷം ഈ വെന്ത് വന്ന സേമിയ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പെട്ടെന്ന് അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അല്പാൽപ്പം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയം പെട്ടെന്ന് തന്നെ കട്ടിയായി വരും. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി മീഡിയം മധുരം മതിയെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തത്. കസ്റ്റേർഡ് പൗഡറൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഈ കസ്റ്റേർഡ് പൗഡർ ഒന്ന് കുക്കാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്തു. ഇപ്പോൾ നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നല്ലപോലെ തണുപ്പിച്ചെടുക്കണം. റൂം ടെമ്പറേച്ചറിലായിക്കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അല്പം കൂടി കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ വേണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് ആ ഫ്രൂട്ട്സും നട്ട്സും എടുക്കാം. പിന്നെ കുറച്ച് കറുത്ത കസ്കസ് ഉണ്ടല്ലോ, സബ്ജ സീഡ്സ്, അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ മീതിയായിട്ട് കസ്റ്റേർഡ് ചേർത്ത് കൊടുത്തു. പിന്നീട് നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണുള്ളത് ആ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈസി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ തിന്നായിട്ടുള്ള സേമിയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ തിന്നായിട്ടുള്ള സേമിയ ആകുമ്പോൾ കഴിക്കാൻ കുറച്ചും കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം കസ്റ്റേർഡ് മീതെ ഒഴിച്ചു കൊടുക്കണം. ഇനി വേണ്ടത് ഐസ്ക്രീമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഐസ്ക്രീമൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ്, കുഞ്ഞൊക്കെല്ലാം കാണാനൊരു ഭംഗി. പിന്നെ സ്ട്രോബെറിയുടെ ഫ്ലേവർ ആയതുകൊണ്ട് ഒരു സ്ട്രോബെറി മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറി വേണമെങ്കിലും വെച്ച് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്ത കുറച്ച് ഫ്രൂട്ട്സ് മുകളിൽ ഇട്ട് കൊടുത്തു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇതന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഞാൻ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുത്തു. വീഡിയോ ഒക്കെ ഒരു ഭംഗിയെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നട്ട്സെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം കസ്കസ് ഞാൻ മുകളിലൊന്ന് വിതറി കൊടുത്തു. എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഫലൂദ റെഡിയായി. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഈ നോമ്പിന് തീർച്ചയായിട്ടും ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് എനിക്ക് അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ആ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതുമാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും
ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷമാണ് ഇത് കഴിക്കേണ്ടത്. ഫ്രൂട്ട്സും നട്ട്സും ഐസ്ക്രീമും സബ്ജ സീഡ്സും ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. പറയുമ്പോൾ തന്നെ നാക്ക് നല്ല വെള്ളം ഇങ്ങനെ ഉറ്റിട്ട് വരുന്നുണ്ട്. അത്രയും കിടിലൻ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.